ഹലോ, നമ്മൾ ഈ ഒരു ടുലിപ്പ് പൗച്ചിൻ്റെ പാച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ ഈ ഒരു പൗച്ചിൻ്റെ ഈ ബേസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ ഫ്ലവേഴ്സ് വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബട്ടനും അതുപോലെ ഈ ഒരു പാച്ചുമാണ്. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൺ 4-ply ആണ്. റെഡ് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2.5 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു വുഡൻ ബട്ടണും വേണം. അപ്പോൾ ഈ ഒരു ടുലിപ്പ് പൗച്ചിൻ്റെ പാച്ച്, ഈ ടുലിപ്പ് പാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു മാജിക് റിങ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ ടെയിലിൻ്റെ ഇങ്ങനെ എടുക്കുക, കുറച്ച് നീളത്തിലെടുക്കുക. എന്നിട്ട് നമ്മുടെ വിരലുകളിൽ ഇങ്ങനെ എക്സ് വരുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് ചുറ്റിയെടുക്കുക. അപ്പം ഈ ഒരു ഭാഗം എക്സ് ആയിട്ടും ബാക്കിൽ 2 പാരലൽ ലൈൻസും വന്നിട്ടുണ്ടാവും. അതിൽ ഇതുപോലെ ഹുക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് പിടിച്ച ശേഷം നമ്മൾ വിരലിൽ നിന്ന് ഊരിയെടുത്ത് ഒരു ചെയിൻ ഇടുക. ഓക്കെ, ഇപ്പം നമ്മുടെ മാജിക് റിങ് സെക്യൂർ ആയിട്ടുണ്ട്. നമ്മളതൊന്ന് വലിച്ച് ചെറുതാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാകും. അപ്പോൾ ഈ മാജിക് റിങ്ങിലേക്ക് നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൗണ്ട് 1 റോ 1 എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് 1, ത്രീ സിംഗിൾ ക്രോഷ്യ, തേർഡ് 1, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, fifth single crochet, sixth single crochet. ഇപ്പം നമ്മുടെ റൗണ്ട് 1 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ മാജിക് റിങ് ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വലിച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൈറലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു കളർ യാൺ എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് മാർക്കർ പോലെ യൂസ് ചെയ്യാം. യൂഷ്വലി സ്റ്റിച്ച് മാർക്കർ ഉപയോഗിച്ചും നമ്മൾ ചെയ്യാറുണ്ട്. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഇതുപോലെ യാണിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വേറൊരു കളർ യാണിട്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം എവിടെ എത്തുമ്പോൾ. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് 6 ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ ലൂപ്പിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യും. അങ്ങനെ നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ കിട്ടും. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിച്ച് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലൂപ്പിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റിലും 2 വീതം ചെയ്യുക. അങ്ങനെ നമ്മുടെ 6 സിംഗിൾ ക്രോഷ്യയിൽ 2 വീതം സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് നമ്മുടെ റൗണ്ട് 2 കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 12 സിംഗിൾ ക്രോഷ്യ കിട്ടും. നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പാറ്റേൺ റീഡിങ്ങും കൂടിയാണ് കേട്ടോ പഠിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് റോയിൽ 6 ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. റോ 2 R2 6 ഇൻറ്റു ഇൻക്രീസ്, അതായത് 6 ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിച്ചസ് ആണ് ഈ ബ്രാക്കറ്റിൽ കാണുന്നത് 12.
നമ്മൾ റൗണ്ട് 2 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. റൗണ്ട് 2 കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു നമ്മുടെ സ്റ്റിച്ച് മാർക്കറാക്കി ഇട്ടിരിക്കുന്ന ആ യാണില്ലേ അതൊന്ന് തിരിച്ചിടുക. ഒന്നെങ്കിൽ മുന്നിലേക്ക് തിരിച്ചിടുക അല്ലെങ്കിൽ ബാക്കിലേക്ക് തിരിച്ചിടുക. നെക്സ്റ്റ് റൗണ്ട് 3 ആണ്. നമുക്കതൊന്ന് വായിക്കാം. റൗണ്ട് 3 ആദ്യം ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ ലൂപ്പിൽ ഇൻക്രീസ് ആണ്. അതായത് ഒരേ ലൂപ്പിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യും. ഇങ്ങനെ നമ്മൾ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചസ് കിട്ടും. 1 സിംഗിൾ ക്രോഷേ, അടുത്ത ലൂപ്പിൽ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സെയിം ലൂപ്പിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമ്മൾ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 1 സിംഗിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ഇൻ നെക്സ്റ്റ് സ്റ്റിച്ച്, single crochet, single crochet increase, next single crochet. ഇത് റൗണ്ട് അവസാനിക്കുന്നത് സിംഗിൾ ക്രോഷേയിലായിരിക്കും. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് അവസാനിപ്പിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫ്ലവർ പാച്ചിൻ്റെ ഫസ്റ്റ് 4 റോ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇൻക്രീസോ ഒന്നും ചെയ്യാതെ എല്ലാ ലൂപ്പിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം വെച്ച് 7 റോസ് ചെയ്തെടുക്കും. ആ ഒരു പാർട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ റോ 5 മുതൽ റോ 10 വരെ നമുക്ക് 24 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അതായത് ഓരോ റോയിലും
24 സിംഗിൾ ക്രോഷ്യ വീതം അങ്ങനെ 7 റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓരോ ലൂപ്പിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ഇടുക. ഓരോ റൗണ്ട് കഴിയുമ്പോഴും കറക്റ്റ് 24 സിംഗിൾ ക്രോഷ്യ വരുന്നുണ്ടോ എന്നത് നമ്മൾ കൗണ്ട് ചെയ്യണം. ഒരു സ്റ്റിച്ച് കുറയോ ഒരു സ്റ്റിച്ച് കൂടുകയോ ചെയ്താൽ നമ്മുടെ എൻ്റയർ വർക്ക് നമുക്ക് ആ ഒരു ഷേപ്പിലോട്ട് കിട്ടില്ല. അതുകൊണ്ട് ഓരോ റോ കഴിയുമ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിച്ചസ് കറക്റ്റ് ആണോ എന്ന് എണ്ണി നോക്കുക. ഇങ്ങനെ 7 റോസ് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ സ്റ്റിച്ച് മാർക്കർ മാറ്റി മാറ്റി ഇടാനും മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് പിന്നെ തെറ്റിപ്പോകും. ഇങ്ങനെ 7 റോസ് ചെയ്തെടുക്കുക. സെവൻത്ത് റോയുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ ബോഡി പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഫിനിഷ് ചെയ്യാനുള്ള ഈ ഒരു സ്കാലപ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു പാർട്ടാണ് ചെയ്യാനുള്ളത്. അത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത ശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യും. സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തെടുക്കും. 1 2 3 4 5. ഒരേ സ്റ്റിച്ചിൽ തന്നെ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത ശേഷം ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത ശേഷം വീണ്ടും 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 5. സെയിം സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. സ്കിപ്പ് 1 സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ നെക്സ്റ്റ്. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്റ്റിച്ചിൽ തന്നെ 1 2 3 4 5. അടുത്ത
ഫസ്റ്റത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ 6 ടൈംസ് ചെയ്തെടുക്കുക. ലാസ്റ്റ് വൺ ഒന്ന് സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷേ ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ദെൻ കുറച്ച് ടെയിൽ ഇച്ചിരി നീളത്തിൽ ഇട്ട ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഹൈഡ് ചെയ്യാനുള്ളതാണ്. കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വലിച്ചെടുക്കുക. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്കാലപ്പ് വർക്ക് 6 എണ്ണമാണ് വരിക കേട്ടോ. ഇത് മാജിക് റിങ് ചെയ്തതിൻ്റെ ടെയിലാണ്. ആ ടെയിൽ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കളയുന്നില്ല. നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഊരിയെടുക്കുക. എന്നിട്ട് നമ്മുടെ വർക്കൊന്ന് മെല്ലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വരാനായിട്ട് ഒന്ന് ഷേപ്പായി വരും. ആ ഒരു ടെയിലിൻ്റെ ലാസ്റ്റത്തെ ആ ടെയിലിൻ്റെ നമുക്കൊന്ന് ഹൈഡ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഡാണിങ് നീഡിലേക്ക് നമ്മൾ ആ ടെയിൽ കോർത്തെടുത്ത ശേഷം ഇതുപോലെ കുറച്ച് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറ്റി വിടുക. കുറച്ച് വലിച്ച് പിടിച്ചതിന് ശേഷം വേണം നമ്മളിത് ചേർത്ത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് ഹൈഡ് ചെയ്ത് കിട്ടുള്ളൂ. നീറ്റായിട്ട് തന്നെ ഹൈഡ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ലീഫ് പാർട്ടാണ് ചെയ്യാനുള്ളത്. അത് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രീൻ കളർ യാൺ എടുക്കാം. ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു. നെക്സ്റ്റ് 15 ചെയിൻ ചെയ്യുക. 2 3 4 5 6 7 8 9 10 11 12 13 14 15 ചെയിൻ ചെയ്തു. നെക്സ്റ്റ് നമുക്ക്
ഹുക്കിൽ നിന്നും തേർഡ് ലൂപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡീസി ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡീസിയും കൂടി അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത ശേഷം ഒരു ചെയിൻ ഇടുക. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻസിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത ശേഷം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്ത രണ്ട് സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഒപ്പം നമ്മുടെ ആ ടെയിലെൻഡ് മറഞ്ഞു പോകുന്ന രീതിയിൽ ഇതിൻ്റെ ഒപ്പം പിടിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത അതർ പാർട്ട് ചെയ്യുക. അടുത്ത സൈഡിലോട്ട് നമ്മൾ വന്നു. ഇതിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സൈഡിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. 1, 2, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ. ഒരു ചെയിൻ. നമ്മൾ അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത ശേഷം സിംഗിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് വൺ, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ.
1 single crochet, slip stitch, ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇടുക. എന്നിട്ട് ആ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ഒരു ചെയിനും കൂടി ചെയ്ത ശേഷം നമ്മൾ ആ ടെയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഒന്നുകിൽ ഇത് നമുക്ക് നീഡിൽ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പാച്ചിൽ ആഡ് ചെയ്തിട്ട് ഇത് ഗം ചെയ്യുമ്പോൾ ആ ടെയിൽ നമുക്കതിൽ ഹൈഡ് ചെയ്തെടുക്കാം. ആദ്യത്തെ ആ ചെയിൻ്റെ ടെയിൽ നമ്മൾ മെല്ലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ലീഫ് പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. നമുക്ക് സ്റ്റെം കൂടി ചെയ്തെടുക്കണം. സ്റ്റെം ചെയ്യാനായിട്ട് നമ്മൾ 12 ചെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇടുക. ചെയിൻ ചെയ്യുക. കുറച്ച് ടെയിൽ അധികം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ടൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ചെയിൻസ് അവിടെ സെക്യൂർ ആയിട്ടുണ്ടാവും. രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് പകുതിയാക്കി മടക്കിയെടുക്കുക. ഇനി നമ്മൾ ലീഫിൻ്റെ നമ്മൾ 1 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ നീഡിൽ ഇടുക. രണ്ട് ചെയിനിൽ കൂടി ഇട്ട ശേഷം നമ്മുടെ ഈ സ്റ്റെമ്മിൻ്റെ സ്റ്റെമ്മ് അതിലൂടെ അങ്ങ് വലിച്ചെടുക്കുക. ഊരിപ്പോരാതെ ശ്രദ്ധിക്കണം. വലിച്ചെടുത്ത ശേഷം ഇത് നമ്മളിനി ഫ്ലവറിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഫ്ലവറിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലവർ ഒന്ന് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്ത് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ടെയിലിൻ്റെ അവിടെ ഉണ്ടാവും. അതിൽ ആ ഒരു ഹോളിലോട്ട് നമ്മുടെ ഹുക്ക് കടത്തിയ ശേഷം ഈ സ്റ്റെമ്മിൻ്റെ 2 ടെയിൽസും ഒന്നിച്ച് നമ്മൾ ആ ഒരു ഹോളിലൂടെ വലിച്ചെടുക്കുക. നമ്മൾ മാജിക് റിങ് ഒന്ന് വലിച്ച് സെക്യൂർ ആക്കുക. ഒന്നുകൂടി ഒന്ന് ക്ലോസ് ചെയ്യുക. അതൊന്നുകൂടി സെക്യൂർ ആയിട്ടിരിക്കും. ഇപ്പം നമുക്ക് 3 ടെയിൽ എൻഡ്സും ഉണ്ടാവും. 3 ടെയിൽ എൻഡ്സും കൂടി ഒന്നിച്ച് പിടിച്ച ശേഷം ഒരു കെട്ടിടുക. അപ്പം ഇതിങ്ങനെ ഊരി പോരാതിരിക്കാൻ വേണ്ടി നല്ല ചേർത്ത് തന്നെ 1-2 കെട്ടുകൾ ഇട്ട് കൊടുക്കുക. ചേർത്ത് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിഞ്ഞിട്ട് ആ ഒരു ത്രെഡ് നമ്മൾ കാണും. ത്രെഡ് കാണരുത്. ചെയിൻസാണ് നമ്മൾ കാണേണ്ടത്. അപ്പം 3-4 കെട്ട് 1-2 കെട്ടുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഇനി അത് നമ്മൾ വലിച്ചാലും തിരിഞ്ഞു വരത്തില്ല. അപ്പം നമ്മൾ സ്റ്റെമ്മിലോട്ട്
ഫ്ലവറും ലീഫും ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വരുന്ന ആ ബാക്കി ടെയിൽ എൻഡ് മുറിച്ച് മാറ്റാം. ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ 2-3 കെട്ടുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ടെയിൽ നമ്മളൊന്ന് മുറിച്ച് മാറ്റിയെടുക്കുക. ഈ ഒരു ടെയിൽ നമുക്ക് ഒന്നെങ്കിൽ ഗം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡാണിങ് നീഡിൽ ഉപയോഗിച്ച് ഹൈഡ് ചെയ്തും എടുക്കാം. ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്കത് ഹൈഡ് ചെയ്യാം. ഇനി ഈ പാച്ച് നമ്മൾ ഈ പൗച്ചിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ നീഡിലേക്ക് ഗ്രീൻ കളർ ത്രെഡ് എടുക്കുക. ഇങ്ങനെ പുറകിലൂടെ ആ ടോലി ഫ്ലവറിൻ്റെ ലീവ്സിൻ്റെ നടുവിലൂടി ആ വി സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതിൻ്റെ നടുവിലൂടി ഇങ്ങനെ എടുത്ത് സ്റ്റെമ്മിൻ്റെ നടുക്കിൽ കൂടി കൊണ്ടുവന്ന് 2-3 തവണ സ്റ്റെമ്മിന് നടുവിലൂടെ ഇങ്ങനെ കയറ്റി 2-3 തവണ അങ്ങനെ നീഡിൽ നമ്മൾ സ്റ്റെമ്മിലൂടെ ലീഫിൻ്റെ നടുവിലൂടെ എടുത്ത് 2-3 തവണ ഇങ്ങനെ ഒരു കെട്ട് പോലെ സെക്യൂർ ചെയ്ത് വെക്കുക. 2-3 തവണ എടുക്കുക. എന്തായാലും നല്ല സ്ട്രെങ്ത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 തവണ നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ കൂടിയും ലീഫ്സിൻ്റെ ഇടയിൽ കൂടിയും കയറ്റി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ പുറകിലത്തെ 2 ടെയിലും കൂടി ഒരുമിച്ച് ഈ സൂചിയിലുള്ള ടെയിലും നമ്മൾ ഇത് സൂചി ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ടെയിലും കൂടി 2ഉം കൂടി ഒരുമിച്ച് നല്ലപോലെ വലിച്ച് ടൈറ്റാക്കിയ ശേഷം സാധാരണ നോർമലായിട്ടുള്ള 2-3 കെട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ പാച്ച് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ടെയിൽ എൻഡ് ഹൈഡ് ചെയ്ത് നമ്മൾ ഈ ലീവ്സ് ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഈ ഒരു ടെയിൽ എൻഡ്സ് 2ഉം ഒന്ന് ഹൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും ടെയിൽസ് ഒന്നും കാണാതെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ടെയിൽസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുക, ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വേണമെന്ന് തോന്നിയാലൊന്ന് ഗം ചെയ്യുക. നമ്മൾ ഈ ലീഫ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്നതിനോടൊപ്പം വേണമെങ്കിൽ ആ ടെയിലും എൻഡും കൂടി നമുക്കൊന്ന് ഹൈഡ് ചെയ്തെടുക്കണം കേട്ടോ.
ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന B7000 എന്ന് പറഞ്ഞ ഗമ്മാണ്. ഗം ഇട്ട് കൊടുത്ത ശേഷം ആ ടെയിൽ നമ്മൾ ആ ഗമ്മിനൊപ്പം ചേർത്ത് വെക്കുക. അപ്പോൾ അതങ്ങ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഹൈഡായി പോയിക്കോളും. നമ്മുടെ പാച്ചിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം ലീവ്സ് രണ്ടും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇതിന് നമുക്ക് ഹോട്ട് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു പാർട്ടിനായിട്ട് ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും, കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും. ഇനി നമുക്ക് ഈ ബട്ടൺ ആഡ് ചെയ്യാം. ബട്ടൺ നമ്മൾ ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോഴാണ് നമുക്കത് ബട്ടൺ ഇടുമ്പോൾ പുറത്തേക്ക് വരുന്ന രീതിയിലാകുള്ളൂ. അപ്പം ഉള്ളിലായിട്ട് നമ്മൾ ബേജ് കളർ യാണ് ഉപയോഗിച്ച് ബട്ടൺ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ടൈംസ് ഇങ്ങനെ കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ബട്ടൺ കറക്റ്റ് പൗച്ചിൻ്റെ മിഡിലിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ 2-3 ടൈംസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ 2 ടെയിൽസ് തമ്മിൽ ഇങ്ങനെ ഒന്ന് 2-3 നോട്ട്സ് ഇട്ട് ഒന്ന് സെക്യൂർ ആക്കിയ ശേഷം നമ്മൾ ഡാണിങ് നീഡിൽ ഉപയോഗിച്ച് 2 ടെയിലും 2 എൻഡിലോട്ട് ഹൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇച്ചിരി നീറ്റായിട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരുമിച്ച് ആ 2 ടെയിലും ഒരുമിച്ചും നമുക്ക് ഹൈഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട്, അതുപോലെ അങ്ങനെ ഒരു നോട്ട് അവിടെ ഉള്ളതായിട്ട് അറിയാത്ത പോലെ നമുക്ക് നീറ്റായിട്ട് തന്നെ ഹൈഡ് ചെയ്തെടുക്കാൻ പറ്റും. 2 ടെയിലും 2 ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഹൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ട്യൂലിപ്പ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ട്യൂട്ടോറിയൽസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.